അമേരിക്കൻ പ്രസിഡന്റുള്ള എക്സിക്യൂട്ടീവ് അധികാരങ്ങൾ ഉപയോഗിച്ചാണ് യുദ്ധത്തിന് പോയിട്ടുള്ളത്. അമേരിക്കൻ കോൺഗ്രസിന് അനുമതിയില്ല. അപ്പോൾ അങ്ങനെ യുദ്ധം തുടങ്ങിക്കഴിഞ്ഞാൽ അത് അമേരിക്കൻ കോൺഗ്രസിനെ അറിയിക്കണം, നോട്ടിഫൈ ചെയ്യണം. രണ്ട്, ആ യുദ്ധത്തിന് ആ മിലിറ്ററി ഓപ്പറേഷൻ 60 ദിവസത്തെ കാലാവധിയേ ഉള്ളൂ. 60 ദിവസം കഴിഞ്ഞാൽ അത് സ്വാഭാവികമായിട്ടും നിർത്തണം. പറ്റുമെങ്കിൽ ഒരു വിഡ്രോവലിന് വേണ്ടി 30 ദിവസം കൂടി എക്സ്റ്റെൻഡ് ചെയ്യാമെന്നല്ലാതെ ആ യുദ്ധം നീട്ടിക്കൊണ്ടുപോകാൻ കഴിയില്ല. ഈ മെയ് 1-ാം തീയതി, അതായത് ഇന്നലെ അതിൻ്റെ കാലാവധി അവസാനിച്ചു കഴിഞ്ഞു. യുദ്ധത്തിന് അമേരിക്കൻ പ്രസിഡന്റ് കൊടുക്കുന്ന എക്സിക്യൂട്ടീവ് ഓർഡറിൻ്റെ കാലാവധി ഇന്നലെ അവസാനിച്ചു കഴിഞ്ഞു. ഇനി അമേരിക്കൻ പ്രസിഡന്റ് എന്ത് ചെയ്യാം? വേണമെങ്കിൽ 30 ദിവസം കൂടി നീട്ടാം. അത് ആ 30 ദിവസം നീട്ടുന്നത് ഒരു കോൺഫ്ലിക്റ്റ് സോണിൽ നിന്ന് അമേരിക്കൻ മറീനുകളെ വിഡ്രോ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടാണ്. ഇതിപ്പോൾ അവരെ വിഡ്രോ ചെയ്യുന്നില്ല, അമേരിക്ക യുദ്ധത്തിലല്ല, എന്നാൽ ഒരു വലിയ സ്റ്റാൻഡ് ഓഫിലാണ് താനും. അപ്പോൾ യുദ്ധം ചെയ്യാതെ ഒരു യുദ്ധം ചെയ്യുക, ആ യുദ്ധം ലോകത്തെ മുഴുവൻ ബാധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിന് നമ്മൾ എന്ത് ചെയ്യുക? സാമാന്യ ബുദ്ധി, സാമാന്യ യുക്തി വെച്ചിട്ട് ഇതിനെ വിശകലനം ചെയ്യാൻ പറ്റില്ല. സാമാന്യ യുക്തിയിൽ ഒരു രാജ്യം എന്ന് പറഞ്ഞാൽ അവിടുത്തെ അഡ്മിനിസ്ട്രേഷൻ എങ്ങനെ പെരുമാറും എന്ന് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്തിട്ട് സംസാരിക്കണമല്ലോ. ഇപ്പോൾ ട്രംപ് എന്നൊരു വ്യക്തി, അദ്ദേഹം എങ്ങനെ ചിന്തിക്കുന്നു, എങ്ങനെ പെരുമാറുന്നു, എന്ത് ചെയ്യാൻ പോകുന്നു എന്നതിനെക്കുറിച്ചാണ് ലോകം ചർച്ച ചെയ്യുന്നത്. ലോകരാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ അതാണ്. ഒരു വ്യക്തിയുടെ മതിഭ്രമങ്ങളാണ് ലോകരാഷ്ട്രീയമായി മാറുന്നത്. ആ വ്യക്തി എന്ത് ചിന്തിക്കുന്നു, ഇനി എന്ത് ചെയ്യാൻ പോകുന്നു, ഇനി എന്ത് ചെയ്യും, അടുത്ത സെക്കൻഡിൽ എന്ത് ചെയ്യും എന്നുള്ളതൊക്കെ ആലോചിച്ചിട്ടാണ് ലോകം ഫോറിൻ പോളിസി രൂപപ്പെടുന്നതെന്ന് ആലോചിച്ച് നോക്കുക. ഫോറിൻ പോളിസി എന്ന് പറയുന്ന വളരെ സ്കോളർലി ആയിട്ടുള്ളൊരു പഠനശാഖ, ആ ശാഖ രൂപപ്പെടുന്ന ഒരു വ്യക്തിയുടെ മതിഭ്രമങ്ങളിലാണ്. അങ്ങനെ ഒരു ലോകക്രമം രൂപപ്പെട്ട് കഴിഞ്ഞു. അതിൻ്റെ ഒരു എപ്പിസോഡ് കഴിഞ്ഞു, 2ാം എപ്പിസോഡ് നടന്നുകൊണ്ടിരിക്കുന്നു.